ശബരിമലയിൽ നടന്നത് വൻ കൊള്ള. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ വിറ്റെന്ന് നിഗമനം. ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമെന്നും VSSയുടെ പരിശോധനാ ഫലം. പോറ്റി തിരികെ കൊണ്ടുവന്നത് വ്യാജപ്പാളികൾ. ഉരുപ്പടികളുടെ കൃത്യമായ കാലപ്പഴക്കം റിപ്പോർട്ടിൽ പറയുന്നുമില്ല. വിവരം ADGP നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കും. നിലവിൽ 585 ഗ്രാം സ്വർണമാണ് ശബരിമലയിൽ നിന്ന് കവർന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, ജനം TV പുറത്തുവിടുന്നത് വളരെ നിർണായകമായ വിവരങ്ങളാണ്. ഈ VSSയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് ഏവരും കാത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന പരിശോധനാ ഫലമാണ്. ശബരിമലയിൽ നടന്ന ആ കാട്ടുകൊള്ളയുടെ വിവരങ്ങൾ അടിവരയിട്ടുകൊണ്ട് വരുന്നതാണ് ആ പരിശോധനാ ഫലം. ഈ പ്രാഥമികമായ വിവരങ്ങൾ നമുക്ക് ആ പരിശോധനാ ഫലത്തിലെ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ അത് വളരെ ഞെട്ടിക്കുന്നതാണ്. ഈ സ്വർണ്ണപ്പാളികൾ വിറ്റു എന്നുള്ള നിഗമനം, അതായത് തിരിച്ചു കൊണ്ടുവന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണ് എന്നുള്ള സൂചനകൾ ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുകയാണോ വിനീഷ്? തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ നിർണായകമായ തെളിവുകളുടെ ശേഖരണം തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഈ VSSയിൽ നിന്ന് പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ സ്വർണത്തിൻ്റെ തോത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ശാസ്ത്രീയ ഘടനയിൽ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ കടത്തി തിരിച്ചെത്തിച്ച സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ഇതിൽ തന്നെ ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പഴയ സ്വർണ്ണപ്പാളിയാണോ ഇവിടെ കൊണ്ട് തിരിച്ചെത്തിച്ചത് എന്ന സംശയം ഇപ്പോഴും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ADGP ഉടനെ തന്നെ ഹൈക്കോടതിയെ ഈ വിവരങ്ങൾ നേരിട്ട് ധരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തുമ്പോൾ ഈ ശാസ്ത്രീയ പഠനം, പ്രത്യേകിച്ച് VSSയിൽ നിന്ന് ലഭിച്ച ശാസ്ത്രീയ പഠന റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമം ഉടനെ തന്നെ നടക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോറ്റി തിരികെ കൊണ്ടുവന്ന ഈ ഒരു സ്വർണ്ണപ്പാളി അത് വ്യാജമാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഈ നേരത്തെ ശാസ്ത്രീയ ഘടനയിലെ വ്യത്യാസം തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തെ ആ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംശയത്തിൻ്റെ നിലയിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 585 ഗ്രാം സ്വർണ്ണമായിരുന്നു കാണാതായത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നെങ്കിൽ, പക്ഷേ അതിൽ കൂടുതലുള്ള സ്വർണം ശബരിമലയിൽ നിന്ന് കൊള്ള നടത്തിയിട്ടുണ്ട്. ഈ പോറ്റിയും സംഘവും പോറ്റിയുടെ കൂട്ടാളികളും ചേർന്ന് കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായിരുന്നാലും നിർണായകമായ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയ പിൻബലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. കാരണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് പല ഘട്ടങ്ങളിലും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ആക്ഷേപമായിരുന്നു. സമാനമായ രീതിയിൽ ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പല അറസ്റ്റുകളും പല ഘട്ടങ്ങളിലും വൈകിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് CPM നേതാക്കളുടെ അറസ്റ്റുകൾ വൈകിയ സാഹചര്യത്തിലൊക്കെ തന്നെ കോടതിയുടെ ഒരു ഇടപെടലുണ്ടാകുന്ന സാഹചര്യം, അതൊക്കെ അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ അവരുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അന്വേഷണത്തിന് പുറമെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നിർബന്ധമാണ്. എന്നാലേ അന്താരാഷ്ട്ര ഈ സ്വർണ്ണക്കടത്ത് ലോബികൾ, അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയകളുടെ കൃത്യമായ അന്വേഷണത്തിലേക്ക് ഈ അന്വേഷണം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. എന്തായിരുന്നാലും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും നിർണായകം എന്ന് പറയാൻ സാധിക്കുന്നത് VSSയുടെ ഈ ഒരു പരിശോധനാ റിപ്പോർട്ട് തന്നെയാണ്. ആ റിപ്പോർട്ടിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പോറ്റി തിരിച്ചു കൊണ്ടെത്തിച്ച സ്വർണ്ണപ്പാളി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളിയാണോ തിരിച്ചു കൊണ്ടെത്തിക്കുന്നത് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമുണ്ടെന്ന് ഈ ഒരു VSSയുടെ പരിശോധനാ റിപ്പോർട്ടിൽ സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ അന്വേഷണവുമായി ഇനിയും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോയേ മതിയാവും. കാരണം അത്തരത്തിൽ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയല്ല തിരിച്ചു കൊണ്ടെത്തിച്ചതെങ്കിൽ ആ സ്വർണ്ണപ്പാളി എവിടെ വിറ്റു എന്ന ചോദ്യം സാധാരണഗതിയിൽ ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് അന്വേഷണ സംഘത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അന്വേഷണ ചുമതലയുള്ള ADGP ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ നേരിട്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.
രാഖി. ശരി വിനീഷ്, ശബരിമലയിൽ നടന്ന കാട്ടുകൊള്ളയുടെ വിവരങ്ങളാണ് വിനീഷ് പങ്കുവച്ചത്.